നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ചുങ്കപ്പാറ നിർമ്മലപുരം മുണ്ടാട്ടിച്ചുണ്ടയിൽ മാത്യു ജോസഫ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 ഭവനത്തിൽ ആരംഭിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർമ്മലപുരം സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. ഭാര്യ പരേതയായ തങ്കമ്മ മേവട വേഴമ്പശ്ശേരിൽ കുടുംബാംഗം. മക്കൾ ലവ്ലി, ആൻസി, ജോസ് മാത്യു, റിട്ടയർഡ് HM സെന്റ് ജോർജസ് ഹൈസ്കൂൾ കോട്ടാങ്ങൽ, മെറ്റി, ഡോക്ടർ ഡൊമിനിക് സാവിയോ, HHST സെന്റ് തോമസ്, HSS എരുമേലി എന്നിവരാണ്. മരുമക്കൾ രാജു തങ്ങളത്തിൽ, കുഞ്ഞുമോൻ ആലുങ്കൽ, റോസ്മി ജോസഫ്, HHST സെന്റ് തെരേസ BCHS ചെങ്ങരൂർ, ബെന്നി പുല്ലാട്ടുകുന്നേൽ ചെമ്മലമറ്റം, നീന ജോർജ് HHST സെന്റ് തോമസ് HSS എരുമേലി. സഹോദരങ്ങൾ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ SH പൊടിമറ്റം, പരേതരായ ഫാദർ സേവ്യർ മുണ്ടാട്ടിച്ചുണ്ടയിൽ, സിസിലി റിയാൻ കുന്നുംപുറം, ഏലിയാമ്മ. അഭിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ഓർഗനൈസർ, സെക്രട്ടറി, വിമോചന സമരത്തിന്റെ മല്ലപ്പള്ളി മേഖല ക്യാപ്റ്റൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച മാത്യു ജോസഫ് 65 വർഷക്കാലം സൺഡേ സ്കൂൾ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2016 പ്രഥമ മാർ കാളാശ്ശേരി അവാർഡ് നൽകി ചങ്ങനാശ്ശേരി അതിരൂപത ആദരിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ പിതൃ സഹോദര പുത്രനാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിർമ്മലപുരം, ചുങ്കപ്പാറ, കോട്ടാങ്ങൽ, കുളത്തൂർ പ്രദേശങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ ഗോപുരമായിരുന്ന ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന മാത്തുക്കുട്ടി ആശാന് പ്രവാസി ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിവസം മാത്യു ജോസഫുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ശ്രദ്ധിക്കും. ജൂലൈ 28 എന്ന് പറയുന്നത് പാലാക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും, അതായത് സീറോ മലബാർ കത്തോലിക്കരല്ല, എല്ലാവർക്കും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ് ഭരണങ്ങാനത്ത് ഭക്തിയാഡംബരപൂർവ്വം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ അൽഫോൻസാമയെ നമ്മൾ സ്മരിക്കുമ്പോൾ അൽഫോൻസാമയുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ, അതും 95ന്റെ നിറവിൽ നിൽക്കുന്ന പ്രവാസി ഓൺലൈൻ്റെ അയൽവാസിയും അതുപോലെ തന്നെ ഞാൻ ജനിച്ച നാൾ മുതൽ കണ്ട് മുഖപരിചയവും അതുപോലെ ഒരു കുടുംബ സുഹൃത്തുമായ ശ്രീ മാത്യു ജോസഫ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. മുട്ടത്തുപാടം കുടുംബാംഗം കൂടിയാണ്. അപ്പോൾ ഈ അവസരത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ദീപ്തമായ ഓർമ്മകൾ എങ്ങനെയാണ് മാത്തുക്കുട്ടി സാറിന്റെ ഓർമ്മയിൽ വരുന്നത്, അതൊന്ന് പറയാം. എനിക്ക് 6-7 വയസ്സുള്ള പ്രായത്തില് അമ്മയുടെ കൂടെ ഞാനും വേണ്ടി കുർബാനയ്ക്ക് പോകുമായിരുന്നു ഞായറാഴ്ച ദിവസം. അപ്പം കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അൽഫോൻസാമയെ കാണാനായിട്ട് മടലിൽ കയറിയിരുന്നു. അപ്പോൾ അമ്മയായിട്ട് പല വിശേഷങ്ങളും പറയും. അതുകൊണ്ട് എനിക്ക് ചില സമ്മാനങ്ങള്, ചില മെഡലുകള്, പടങ്ങള്, ഇതൊക്കെ സമ്മാനമായിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴങ്ങനെ വലിയ ഓർമ്മയില്ല. പിന്നെ ചെറുപ്പമല്ലായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് അവര് തമ്മിൽ ആ കൂടുതലും സംസാരിച്ചതേ. പിന്നെ എൻ്റെ സഹോദരിമാരെ ചിലപ്പം അമ്മയുടെ കൂടെ കാണും. ഞാനാണ് ഏറ്റവും മൂത്തത്. എൻ്റെ അവര് ചെറുപ്പമായിരുന്നു. 3-4 വയസ്സൊക്കെ ഉള്ളവരെ അവര് ചിലപ്പോൾ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. അന്നും അവൾക്ക് വളരെ ചോറും ഒക്കെ വരുത്തി കൊടുക്കുകയും അതിന്റെ കാര്യമായിട്ട് കഷ്ണയൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെ ഈ അൽഫോൻസാമയുടെ കുടുംബം, ആ മുട്ടത്തുപാടത്തെ കുടുംബം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണ്? അൽഫോൻസാമയുടെ അപ്പനും എന്റെ അമ്മയുടെ അപ്പനും തമ്മിൽ ശശാനിമാരായിട്ട് വരും. എന്താ അത് സ്വന്തം ആണെന്ന് തോന്നുന്നില്ല, ഒന്നുകൂടെ വളഞ്ഞതാണെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ദേശാനിയന്മാരായിരുന്നു. അമ്മ അൽഫോൻസാമയുടെ അപ്പന്റെ
കുട്ടൻ പേരൻ തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. ആഹാ. കുട്ടൻ വൈദ്യനായിരുന്നു പുള്ളിയെ നാട്ടുകാരൊക്കെ വിളിക്കുന്നു. ആഹാ. കുട്ടൻപാടം നമുക്കാർക്ക് നാട്ടുവൈദ്യനായിരുന്നു. എല്ലാവർക്കും നാട്ടുവൈദ്യനായിരുന്നു. ചികിത്സയുള്ളവരായിരുന്നു എല്ലാവരും. ആ. അന്നത്തെ കണ്ണ് ചികിത്സയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നു. ആഹാ. അന്നത്തെ ഗുളികകളൊക്കെ ഇപ്പോഴും അവിടുത്തെ ആട്ടുകാലിന്റെ അമ്മ വീട്ടിലെ അതന്നെ അന്ന് അലച്ച് അത് ഒരു കുഴപ്പമില്ല. അത് ഇപ്പോഴും ഇരുമ്പുണ്ട്. നല്ല ഇരുമ്പ് കഷ്ണം പോലെ അത്ര കടുപ്പ പോലെ അത് അരയ്ക്കുന്നത്. അത് കണ്ടെഴുതിയാല് ഉള്ള അവിടുത്തെ ഒരു പ്രധാന വൈദ്യന് തിരുവനന്തപുരത്ത് മഹാരാജാവിന് കണ്ണിന് സുഖമായിട്ട് സുഖപ്പെടുത്തിയതാ. സുഖപ്പെടുത്തി. അത് നാട്ടിലൊക്കെ കിട്ടാത്ത ഏതോ മരുന്നുകളെല്ലാം കൂടെ ശേഖരിച്ചോ പലതും ചെയ്തിട്ടും കുറയാഞ്ഞിട്ട് ഈ മുട്ടത്തുപാടത്ത് വൈദ്യനെ വരുന്ന ചെയ്താൽ കുറയുമെന്നാണല്ലോ പറഞ്ഞതനുസരിച്ച് ആളയച്ച് അവിടെ കൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ ആ മരുന്ന് കണ്ണിന് ഒഴിച്ചാല് വലിയ നീറ്റിടം വേദന ഉണ്ടാകുന്ന. അപ്പം വള്ളത്തേടാണ് പോയത് എന്ന് പറയുന്നത്. അപ്പോഴ് രാജാവിന്റെ വേദന വന്നാൽ ചിലപ്പോ എന്താ ചെയ്യുന്നെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി അത് കരുതിയാണ് നിന്നത്. വള്ളക്കാരോട് പറയുന്നു, നിങ്ങൾ ഞാൻ ഓടി വരും, അന്നേരം വേഗം വള്ളം വിട്ട് പോകത്തൊക്കെ പോലെ റെഡിയായി തോന്നും. ചികിത്സിക്കാൻ പോയതല്ലേ? അതെ അതെ. രാജാവിന്റെ എന്നിട്ട് സംഭവിച്ചത് കണ്ണിന് മരുന്ന് എഴുതി കഴിഞ്ഞ് വെള്ളത്തിൽ മുങ്ങണം എന്ന് പറഞ്ഞേച്ച് പുള്ളി ഉടനെ അവിടുന്ന് ഇറങ്ങി കൊട്ടാരത്തിൽ നിന്ന്. അന്നേരത്തിന് ഭയങ്കര വേദനയായി കണ്ണിന്, നീറ്റിന്റെ വേദന. അവനെ പിന്നീട് വെട്ടിക്കൊല്ലടാന്നും പറഞ്ഞ് ഓർഡർ വെച്ചു അന്ന്. അക്കാലത്ത് രാജാവ് പുള്ളി വേഗം അവിടുന്ന് ഓടി വന്ന് വള്ളത്തെ കയറി സ്ഥലം വിട്ടു. ആളിനെ കണ്ടെങ്കിലില്ലാതെ അവിടെ എല്ലാം തപ്പിയിട്ടൊക്കെ കെട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ആറ്റി മുങ്ങണം എന്നാ പറഞ്ഞിരുന്നത്. വെള്ളത്തിന് മുങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ രാജാവിന്റെ കണ്ണിന്റെ വേദനയും പോയി, എല്ലാം പൂർണ്ണ സുഖമായി. സുഖപ്പെട്ടു. അപ്പൊ സുഖപ്പെട്ടു. അപ്പൊ വളരെ സന്തോഷമായി. ഉടനെ ഇങ്ങനെ ആളയച്ചു ഈ വൈദ്യനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അന്നേരം കുറേ അറിയാം, വൈദ്യനറിയാൻ കുറേ വന്നത്. അന്നേരത്തെ വേദനയ്ക്ക് രാജാവിന്റെ കത്തിച്ചാപ്പിന്റെ വല്ല മാറ്റമുണ്ട്. ഇപ്പോഴത്തെ കാലം പോലെയാണ്. അങ്ങനെ എന്നപ്പോഴത്തേനും രാജാവിന് വളരെ സന്തോഷമായി. കോട്ടയം മുഴുവൻ മുട്ടത്തുപാടക്കാർക്ക് കരവൊഴിവായിട്ട് കൊടുത്തേക്കാവുന്നു. കരവൊഴിവായിട്ട് പതിച്ചു കൊടുക്കാവുന്നു. എനിക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി അത് സ്വീകരിച്ചില്ല. അന്ന് അവിടെ എല്ലാം വലിയ കുന്നുംപുറങ്ങളായിരുന്നു കോട്ടയം. ഇപ്പോഴും ആ തിരുനക്കര അമ്പലത്തിന്റെ വാതിൽ റോഡില് ഒരു കൽക്കൂന കല്ല് വെട്ടിയിരുന്നാൽ തന്നെ ഒരു 1.5 പൊക്കത്തിന് ആ റോഡ് ഉണ്ടാക്കിയതിന്റെ അന്നത്തെ അറിഞ്ഞ താത്ത ഒരു രണ്ടാം പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴും ഉണ്ടായിരുന്നു. അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടോന്നറിയില്ല. തിരുനക്കര അമ്പലത്തിന്റെ അടുത്തായിട്ട്. അൽഫോൻസാമ്മയെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പം അത് മാധുക്കുട്ടി സാറിന്റെ ജീവിതത്തിൽ എത്രമാത്രം അത് നമ്മളിൽ അത് സ്വാധീനം ചെലുത്തി, അതൊന്ന് പറയാമോ? കാരണം എനിക്ക് തോന്നുന്ന ഒരു 65 വർഷത്തോളം നമ്മുടെ ചുങ്കപ്പാറ അല്ലെങ്കിൽ നിർമ്മലപുരം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു മത അധ്യാപകൻ എന്ന നിലയിൽ സൺഡേ സ്കൂള് എല്ലാമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അതെങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെയാണ് വന്നത്, അതൊന്ന് പറയാമോ? ഓർമ്മിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ? അതായത് അന്ന്
കൊളത്തൂപ്പണ്ടിയായിരുന്നു ഞങ്ങളുടെ ഇടവക. ആ ലിറ്റിൽ ഫ്ലവർ. ഏഹ് ലിറ്റിൽ ഫ്ലവർ. ഇടവക. ആ ആ അവിടെ എന്റെ ഫാദറിന്റെ കൂടെ പഠിച്ചിരുന്ന ബാലനായിരുന്നു അവിടെ അന്ന് വികാരി. ആദ്യത്തെ വികാരി. ആദ്യത്തെ എല്ലാ ആദ്യത്തെ അല്ല, അക്കാലത്ത്. രണ്ടാമത്തെ വികാരിയ. ആ പള്ളി വെഞ്ചരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പള്ളി വെഞ്ചരിക്കുന്നത് 1941 ഒക്ടോബർ 3 കൊച്ചിയ പൂർണിമയുടെ തിരുനാളിന്റെ അന്നാണ് ആളാശ്ശേരി പിതാവ് ഈ കൊളമ്പ് പള്ളി വെഞ്ചരിക്കുന്നത്. അപ്പോൾ കൊച്ചിദേശിയായെ പറ്റി അന്ന് പിതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയാണ്. കൊച്ചിദേശ മരിക്കാറായി മരണകാലവിശ്യം എടുത്ത് കിടന്നപ്പോൾ അടുത്തുണ്ടായ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു കുടിക്കാൻ ശകലം വെള്ളം കൊടുക്കണമെന്ന്. സിസ്റ്റർ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ഗ്ലാസ്സിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നിറയേതോ കാര്യത്തിനായിട്ട് അവിടുന്ന് മാറി. അന്നേരം അത് കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ അന്നേരം മരിക്കുന്നു. അന്നേരം മരണം സംഭവിച്ചു കഴിഞ്ഞു. മരിച്ച സമയത്തും ഗ്ലാസും കുറച്ച് വെള്ളവും കൂടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിതാവ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് നമ്മുടെ ആൾക്കാർ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എന്നെ മുതലനുഭവിക്കുന്ന ആളുകളിലെ എന്നെ നോക്കേണ്ട ഇന്ന് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ദേഷ്യപ്പെട്ടാണ്. ഇത് യാതൊരു യാതൊരു എതിർപ്പും ആവലാതി ഒന്നും പറയാതെ മരണസമയത്തും ഈ ഗ്ലാസ് കൂടെ വലിച്ചപ്പോൾ ഈ ഗ്ലാസും കുറച്ച് വെള്ളവും കൂടെ കയ്യിലിരിപ്പുണ്ടായിരുന്ന പിതാവ് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കും. അതുപോലെ ഒത്തിരി വേദനകൾ സഹിച്ചാണ് കൊച്ചിലേഷ്യ ജീവിച്ചിരുന്നത്. അപ്പോ നമുക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടായാൽ അതും നമുക്കത് സഹിക്കാൻ പറ്റുകയില്ല. അതിന്റെ തീർച്ചയാണ്. ആ കൊച്ചിലേഷ്യ ഇങ്ങനെ ഓരോ മിഷണറിമാർക്കും വേണ്ടിയിട്ട് ഈ വേദനകൾ പ്രത്യേകം സഹിച്ച് കാഴ്ച വെച്ചുകൊണ്ട് ഇരുന്നാണ് ഇതാവുന്നത്. അങ്ങനെ അങ്ങനെയാണ് കൊച്ചിലേഷ്യ ഏറ്റവും വലിയൊരു വിശുദ്ധയും ഒരു വലിയ മിഷണറി ഫ്രാൻസിസിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടിയിട്ടുള്ള. അതെ അതെ, അങ്ങനെയാണല്ലോ ചരിത്രം പറയുന്നത്. നമുക്ക് അൽഫോൻസാമയിലേക്ക് വന്നാല് ഇപ്പം ചെറുപ്രായത്തില് നമ്മുടെ സാറിന്റെ ചെറുപ്രായത്തിൽ അൽഫോൻസാമ പറഞ്ഞു തന്ന സുഹൃത ജപങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ പകർത്താനായിട്ട്, അതുപോലെ നമ്മുടെ കത്തോലിക്ക സഭയിലെ ചെറു കുട്ടികളെ അല്ലെ സൺഡേ സ്കൂളിലൊക്കെ അങ്ങ് പഠിപ്പിക്കാനുള്ള പ്രചോദനം അതിൽ നിന്നാണോ ഉണ്ടായത്? അൽഫോൻസാമയും കൊച്ചിലേഷ്യയും രണ്ടുപേരും ഒരുപോലെ. ആദ്യം കൊച്ചിലേഷ്യ പുണ്യവതിയായിട്ടാണ് എനിക്ക് ഒരിക്കലും ഉറക്കത്തിന് കൊച്ചിലേഷ്യ പുണ്യവതി വന്ന് എൻ്റെ തലക്ക് നിൽക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. 2 മാലാഖമാരും ഉണ്ട്. ഞാൻ അമ്മയെ വിളിച്ചു, കൊച്ചിലേഷ്യ പുണ്യവതി വന്ന് നിൽക്കുന്നു, കാണണേ വാ, വേഗം വാ എന്നും പറഞ്ഞു വിളിച്ചു. അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും ഓർക്കുന്നുണ്ട്. അന്ന് മുതലേ കൊച്ചിലേഷ്യയുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരു ബന്ധമുണ്ട്. അന്നൊരു 4 വയസ്സോ 5 വയസ്സോ കാണും. 1ാം ക്ലാസ്സിൽ കണ്ടുപിടിക്കുന്ന പ്രായത്തിലായിരുന്നു തോന്നുന്നു. അങ്ങനെ കൊച്ചിലേഷ്യയുമായിട്ടുള്ള ആ ബന്ധം കൊച്ചിലേഷ്യയുടെ നാമത്തിലാണല്ലോ കൊളത്തൂ പള്ളി തുടങ്ങിയത്. അപ്പം പിതാവ് കൊച്ചിലേഷ്യയുടെ കാര്യങ്ങളൊക്കെ അന്ന് പള്ളി വെഞ്ചരിപ്പിന്റെ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് എപ്പോഴും അതുപോലെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? 41 ഒക്ടോബർ 3 ആയിരുന്നു. എത്ര വർഷമായി? 41 പോയിട്ട് 78 വർഷമായില്ലേ? 41 പോയിട്ട് 24, 24 74 വർഷം. അത്രയും വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉള്ളവർക്ക് ആൾക്കും അക്കാലത്തെ പറ്റിയുള്ള ഓരോ ഓർമ്മയാണ്. ഞാൻ പലരോടും അന്ന് പള്ളി എങ്ങനെയായിരുന്നു എന്നൊക്കെ. കാരണം ഞങ്ങളൊക്കെ വരുമ്പോൾ
എന്റെ അച്ഛനെ കേട്ടിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. നെല്ലുവല്ലച്ചനല്ലേ ആ, പള്ളിയിൽ ആദ്യം? അറിയിച്ചത്. അതെ അതെ. അതെ, അച്ഛൻ ചക്കാലക്കുന്നെന്ന് അവിടുത്തെ കുർബാനയും കഴിഞ്ഞ് അന്ന് അതിന്റെ വഴിയൊക്കെ ചുമ്മാ ഈ എരുമുള്ളും എല്ലാം ഇങ്ങനെ വഴി തൊട്ട് ഇങ്ങനെ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നു. അതിന്റെ ഇവിടെ വന്ന് അന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റുകയില്ല അന്ന് കുർബാനയ്ക്ക് മുമ്പേ. ഉം, ഉം. അവിടുന്ന് വന്ന് കുർബാന ഇവിടെ സ്കൂളിരിക്കുന്നില്ലേ, അതെ. അവിടെ ഒരു ഷെഡിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ആ, ആ ഞാനത് ഷെഡിലാ കേട്ടിട്ടുണ്ട്. കുർബാന. ഞാനത് കേട്ടിട്ടുണ്ട്. ഏ ഞാനത് കേട്ടിട്ടുണ്ട്. ആ ഷെഡിന്റെ വെറും പൂവിലില്ല, തറയല്ല, അല്ല പൂവിലിക്കകത്താവുന്നില്ല ഇരിക്കുന്നത്. ആ. ഞങ്ങളൊക്കെ അതിനകത്ത് ഇരിക്കുന്നത് ഓർക്കുന്നു. അത് കഴിഞ്ഞ് അച്ഛന് കുർബാനയും കഴിഞ്ഞ് പണിയുന്ന വണ്ടിയിലോട്ട് അവിടെ കാര്യക്കാരൻ അവിടെ കിടക്കും. വേനൽക്കാലം കാപ്പിയൊക്കെ കൊണ്ടേ അവിടെ കൊടുക്കും. ഉം, അത് പണികൊണ്ടിരിക്കുക വണ്ടി, പണ്ടിലെ പണിയൊന്നും തീർന്നിട്ടില്ല, ഉം, ഉം, മുറിയൊന്നും വേറെ ഒന്നുമില്ല. ഉം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഞങ്ങളൊക്കെ കൂടെ അച്ഛൻ്റെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത്. ഉം. അവിടെ കെട്ടിടം പണി ആണ്. അച്ഛന് അങ്ങോട്ട് പോകും. പിന്നെ പിറ്റേ ശനിയാഴ്ച അച്ഛൻ ചക്കാലക്കുന്നിന് പോകത്തുള്ളൂ. വല്ലോ അത്യാവശ്യം വല്ലോ വന്നെങ്കിലേ പോകുള്ളൂ. ഉം, ഉം. 1939 പള്ളി പണിയാൻ തുടങ്ങി, അതോ 39 തുടങ്ങി 41 തീർത്തത്? വലിയൊരു മുഴുവനായില്ല, ആ, മുഖവാരം പണിതില്ല. ആ. അത് അവിടെ അങ്ങനെ ചുമ്മാ ഇട്ടിരിക്കുകയാണ്. പിന്നെ അത് ഒളശേലത്തിന്റെ കാലത്താ അത് മുഖവാരം പണിയിട്ട്. ആ, ഓക്കെ. വർഷങ്ങൾ പിന്നെയും കുറെ കഴിഞ്ഞു. ഉം, ഉം. അതായിരുന്നു ആദ്യത്തെ കൊളത്തൂരെ അനുഭവം. അന്ന് നെല്ലുവല്ലച്ചന് എന്നോട് പ്രത്യേക വാത്സല്യം. ഞാനവിടെ അച്ഛനെ ഉള്ളൂ അടുത്ത്. അവിടെ അച്ഛനെ കാണാനായിട്ട് അവിടെ അച്ഛൻ കെട്ടിടം പണിയുന്നത് കാര്യം പറയും. അങ്ങനെ അതുപോലെ അൽഫോൻസാമയായിട്ടുള്ള അടുപ്പത്തിന് പിന്നെ കൂടുതലായിട്ടുള്ള ഓർമ്മകൾ എനിക്കില്ല. എന്നാലും ഒരു ദിവസം അമ്മ പള്ളിയിൽ പോയ മാക്കൂട്ടത്തിൽ പോയി അൽഫോൻസാമ ആയിട്ട് കണ്ടതും വർത്തമാനം പറഞ്ഞതും അൽഫോൻസാമ പടങ്ങളൊക്കെ തന്നതും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിത്യവ്രതത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയൊരു കാര്യമുണ്ടല്ലോ. അതെ, അതിന്റെ പടം ഉണ്ട് കയ്യില്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതിപ്പോ നിത്യവ്രതത്തിന്റെ മറ്റേ ആദ്യത്തെ പ്രഥമ വ്രതത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അത് ഞാന് അൽഫോൻസാമയുടെ നാമകരണത്തിന്റെ ഇടയ്ക്ക് അൽഫോൻസാമയോടുള്ള ആ ബന്ധം വെച്ചുകൊണ്ട് 300 കോപ്പി നല്ല ഭംഗിയായിട്ടുള്ള അടുപ്പിച്ച് എല്ലാ വീട്ടുകാർക്കും ഓരോ കോപ്പി കൊടുത്തായിരുന്നു. അത് നോക്കിയിട്ട് കാണുന്നതായിരുന്നു. അത് പിന്നെ ഉള്ളത് കളശേരിപ്പിതാവിന്റെ കാര്യത്തിലായിരുന്നു. ഇത് 1936 നിത്യവ്രതം. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ കളശ്ശേരി പിതാവ് എനിക്ക് ഇങ്ങനെ അൽഫോൻസാമയെ പറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മളിൽ കൂടുതൽ ഒരു പ്രചോദനം നൽകി. പിന്നെ അത് കുടുംബജീവിതത്തിലേക്ക് വന്നിട്ടും നമ്മളാ ഭക്തിപരമായിട്ടുള്ള സഭാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോയെന്ന്, അങ്ങനെയല്ലേ? അല്ല, ഒരു അന്ന് മിഷണറിമാരുടെ അനുഭവങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളും ഒക്കെ മാസികകളും ഒക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പം വിശാഖപട്ടണത്തും അവിടെ ഇവിടെയൊക്കെ അവർക്ക് നേരിടുന്ന വിഷമങ്ങളെ പറ്റി, അവിടുത്തെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ എനിക്കും അതേപോലെ പോണം എന്നുള്ള ഒരു ചിന്ത അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി. പോകാനായിട്ടൊരു മാർഗം ഇല്ലതാനും, വീട്ടിൽ നിന്നും വിടുകയില്ല, വീട്ടിൽ വരാനും ഇല്ലതാനും സാഹചര്യം പ്രതികൂലമായിരുന്നു. പിന്നെ അങ്ങനെ വളരെ വിഷമത്തിലൊരു രാത്രി
ഇങ്ങനെ ഉറങ്ങിയപ്പോഴ് ഒരു സ്വപ്നം കാണുന്ന പോലെ രണ്ട് ചില കാഴ്ചകൾ കണ്ടു. ആഹാ. ഇങ്ങനെ കർത്താവ് വന്ന് എന്നെ വിളിക്കുന്നു, ആ. നിന്റെ മിഷൻ വിശാഖപട്ടണവും ഒന്നുമല്ല, ആ. ഇവിടെ തന്നെയാണ്. ആ. അതായത് ആ പരിസരം എല്ലാം മുഴമുട്ടം ആ. അവിടെ ഒക്കെയുള്ള ആളുകളുടെ ജീവിത രീതി, അവിടെയുള്ളവരൊന്നും ഇന്ന് കുളത്തൂപ്പടി പോകാൻ വഴിയില്ല. ആ. വളരെ ബുദ്ധിമുട്ടി എല്ലാവരും പോകുന്നത്. പലരും ആ. പകുതി പേരും പോവുകയില്ല. വേദപാഠത്തിന് ചുരുക്കം വരെ പോവുള്ളൂ. ഉം. 10-16 വയസ്സായ പിള്ളേര് വരെ ആദ്യ കുർബാന സ്വീകരിക്കാത്തവരൊക്കെ പലരുമുണ്ട്. ഉം. മാമോദിസ പിന്നെ മടി കയറിയില്ലാത്തവരാ പലരും. ഉം. അങ്ങനെ ഒക്കെയുള്ള സാഹചര്യമാണ്. ഇതാണ് നിന്റെ മിഷൻ, അല്ലാതെ വിശാഖപട്ടണമോ മറ്റുള്ളതൊന്നും അല്ല എന്ന് ഇങ്ങനെ ഒരു എന്റെ സ്വരം കേൾക്കുന്ന പോലെ മനസ്സിന്റെ ഇങ്ങനെ തോന്നല് ഉണ്ടായി. അത് അതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മിഷൻ ലീഗ് വളർത്താനായിട്ട് അന്നത്തെ കാലത്ത് വളരെ പരിചിതമല്ലാത്ത ഒരു കാര്യമല്ലായിരുന്നു മിഷൻ ലീഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മുടെ അതിരൂപത തലത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രയത്നം നടന്നില്ലേ? വളർപ്പ് മിഷൻ ലീഗ് തുടങ്ങുന്നത് 1949 ഏപ്രിൽ മാർച്ച് 19 തീയതി. ഇത് പിതാവിന്റെ മരണത്തിനാളിന്റെ അന്ന് അതിന് എനിക്കതിന് ഒരു ലക്കും പ്ലാനും ഒന്നും ഇല്ലല്ലോ അക്കാലത്തെ. എന്നാ ചെയ്യണം, എങ്ങനെ ചെയ്യണം? അപ്പൊ നമ്മുടെ പാളന്റെ മാർക്കറ്റിനെ കേട്ടിട്ടുള്ളൂ. പിന്നെ പുള്ളി ആരുമായി പഠിക്കുന്ന കാലമാണ്. അപ്പൊ അവിടുന്ന് പുള്ളി അവിടുന്ന് ആയിരക്ക് തുടങ്ങിയതാ പ്രദേശിക കേരളം എന്നും പറഞ്ഞൊരു മാസികയെ. അത് മിഷൻ കാര്യങ്ങളൊക്കെയാ അതിനകത്ത് പ്രതിപാദിക്കുന്നതല്ല, ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം. അതിന്റെ ഒരു കോപ്പി കിട്ടി, അത് വെച്ച് നോക്കി. അപ്പം ഞാനിത് മിഷൻ ലീഗ് തുടങ്ങിയതിനെ പറ്റിയൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് 1 വർഷം മുമ്പേ അവിടെ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, അതിന്റെ പ്രവർത്തന രീതികളെ പറ്റിയൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ തുടങ്ങണമെന്ന് കൊണ്ട് ഞാൻ അവർക്ക് എന്റെ ഒരു നിയമാവലി അയച്ചു തരണമെന്നും പറഞ്ഞു. അത് അതിന്റെ അച്ചടിച്ചൊന്നും ഇല്ലായിരുന്നു, കൈയടിപ്പ് ഒരു നിയമാവലി അയച്ചു തന്നു. അപ്പൊ അതിനെപ്പറ്റി ഏതാണ്ടൊരു മിഷൻ ലീഗ് എങ്ങനെ പ്രവർത്തിക്കണോ അതിന്റെ എല്ലാം ഏതാണ്ടൊരു രൂപം കിട്ടി. എന്നാൽ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാലമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് ആദ്യം അച്ഛനോട് അച്ഛനെ ഓർക്കുന്നുണ്ടോ? ഇല്ലായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ ഇടവകാരിയായിരുന്നു നിങ്ങളെ. അതെ അതെ അതെ, കടിയൂര് കടിയൂരിലായിരുന്നോ? അതെ. തടിയൂര്, അതെ അതെ അതെ. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. നമ്മുടെ പ്ലാസിഡച്ചന്, നമ്മള് അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അവിടെ ചരമപ്രസംഗം നടത്തിയത് പ്ലാസിഡച്ചനല്ലേ? അല്ലല്ല, അല്ലേ? അല്ല, പ്ലാസിഡച്ചനല്ല. പ്ലാസിഡച്ചന് എന്റെ അമ്മയുടെ കാരണമല്ല, വല്യമ്മയുടെ ആങ്ങളെയായിരുന്നു. ആങ്ങളെയാ. പിന്നെ 2 പേരുണ്ട്. അമ്മയുടെ അല്ല, വല്യപ്പന്റെ ചേട്ടന് ഒരാളുണ്ട്, കനിയൂസ മാണിക്കത്തനാറ്. ബൈബിള് സുറിയാനിയിൽ നിന്ന് വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് ആദ്യം നമുക്ക് ബൈബിൾ ഇല്ലായിരുന്നല്ലോ. എന്നാ കത്തോലിക്കരുടെ കാര്യം ബൈബിള് വായിക്കരുതെന്നൊരു നിയമം ഉണ്ടായിരുന്നു അന്നേ. അന്ന് പ്രോട്ടസ്റ്റന്റ് ബൈബിളേ ഉള്ളൂ മലയാളത്തിലുള്ളത്. അന്ന് അത് വായിക്കാതിരിക്കുന്നതിനേക്കാൾ കുഴപ്പമാണ് വായിക്കുന്നത്. പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് കത്തോലിക്കരാരും അന്ന് ബൈബിളെ പ്രോട്ടസ്റ്റന്റ് ബൈബിളെ ഉടനല്ലേ അത് വായിക്കരുതെന്ന്. അപ്പം അവരൊക്കെ വർമ്മമാക്കാരും CMSകാരും ഒക്കെ അത് പറയുമോ കത്തോലിക്കർക്ക് വേദപുസ്തകം കൈകൊണ്ട് തൊടാൻ അനുവാദമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അക്കാലത്താണ്
ഈ മാണിക്കത്തനാര് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്. മലയാളത്തിലേക്ക് അതുപോലെ അച്ചടിച്ച് മാനാനത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കിയത്. പുതിയകം മാത്രമേ ഉള്ളൂ, പഴയകമൊന്നും ഇല്ലായിരുന്നു. അതവിടെ അമ്മയുടെ വീട്ടില് ആദ്യം ഒരു കോപ്പി കൊണ്ടു അവിടെ എന്നും വായിക്കണമെന്ന് പറഞ്ഞു. അവിടെ വായിക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ അന്ന് കേൾക്കുന്നുണ്ട്. അതിപ്പോഴും ആ പുസ്തകം ഉണ്ട്, കയ്യിലുണ്ട്. പിന്നെ മലയാളം പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. മെഡൽ എന്നൊരു സ്കൂളിൽ ധരിച്ചുകൊണ്ടാകും. പിന്നെ അൽഫോൻസാമ്മ മെഡല് സ്കൂളിൽ ധരിച്ചുകൊണ്ടാകും. അൽഫോൻസാമ്മ അന്ന് എനിക്കൊരു ഷർട്ടെ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് മെഡലുകൾ വന്നായിരുന്നു. അന്ന് എന്നാ പ്രായമുണ്ട്? അന്ന് എനിക്ക് 6 വയസ്സോ കാണും. രണ്ടിലോ കണ്ടു പഠിക്കുന്നതായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 2ാം ക്ലാസ്സിന്റെ 6 7 വയസ്സ് കാണും. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ ചുവപ്പാറ സ്കൂളിൽ പോകുന്ന കാലത്തും അത് ഇങ്ങനെ പോക്കറ്റിലേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ അത് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി, കാണാതെ എങ്ങനെയോ. ഇപ്പൊ അത് കയ്യിലൊന്നും ഇല്ല. അതുപോലെ ഈ സഭാപ്രവർത്തനങ്ങൾ, ഇത്രയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള നിലയില് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എന്തൊക്കെയോ അംഗീകാരങ്ങൾ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, മിഷനിലേക്ക് തുടങ്ങിയത് അങ്ങനെ കൊളത്തൂര് അന്ന് ഭരണജ്ഞാനം തിന്ന ഞങ്ങള് കാലിനാറ്റിന്റെ ഭാഗങ്ങളുടെ ഒക്കെ കൂടെ പഠിച്ചിരുന്ന ഒരച്ഛനായിരുന്നു. വലിയ കുഴമ്പിലച്ഛൻ എന്നും പറഞ്ഞ ഒരച്ഛനായിരുന്നു. SB ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ. അങ്ങനെ അവധിക്കാലത്ത് കൊളത്തൂപ്പള്ളി വന്ന് താമസിക്കുമായിരുന്നു കാലിനാറ്റിന്റെ കൂട്ടി. അപ്പം അച്ഛനാ കൊളത്തൂര് മിഷന്റെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞങ്ങള് അബ്ദു സാറ്, വക്കൻ സാറ്, സാബൂരെ തൊമ്മച്ചന്, ഞങ്ങള് 12 പേര് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് അതില് എന്നെ സെക്രട്ടറി ആയിട്ട് എല്ലാവരും കൂടെ നിശ്ചയിച്ചു. പിന്നെ 22 പാപ്പച്ചൻ പ്രസിഡന്റും. പിന്നെ അങ്ങനെ ആദ്യം തുടങ്ങുന്നത്. പിന്നെ ഞങ്ങള് എല്ലാ വീടുകളും പോയി ഓരോരുത്തരിൽ നിന്നും ഓരോ സംഭാവന തുക മാസം തോന്നി തരണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഓരോരുത്തരും സമ്മതിച്ചു. പിന്നെ സുഹൃതങ്ങളുടെ കണക്ക്, സുഹൃത മഞ്ഞൾ പാടം അടുപ്പിച്ചു തന്നു. തുടങ്ങിയ കാര്യമാണ്. അങ്ങനെ അടുപ്പിച്ചു. സുഹൃതങ്ങളുടെ കണക്ക്, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കണക്കും ഞങ്ങളുടെ വിശാഖപട്ടണം രൂപതയിലെ ഒരു മിഷൻ ഏറ്റെടുത്ത് പുതുക്കൊണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരുടെ അച്ഛനായിരുന്നു അടുത്ത മിഷനറി. ഞങ്ങൾക്ക് പറഞ്ഞ പാളയ മാസത്തിന് വിശാഖപട്ടണം അവധിക്കാലത്ത് പോകുമായിരുന്നു അവിടെ. അന്നേരം പുള്ളി അവിടെ ഇടപാട് ചെയ്ത് ഇങ്ങനെ കൊളത്തൂര് മിഷനിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. കൊളത്തുപള്ളിയിൽ നിന്ന് നിർമ്മലപുരം പള്ളിയിലേക്ക് ഇടവക മാറിയതെന്നാ ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് മാസം തോറും കൊളത്തൂർ 10 രൂപ ഇത് അയച്ചു കൊടുക്കുമായിരുന്നു, ഒരു ഉപദേശിയുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട്. വിശാഖപട്ടണത്തെ മാസം തോറും പിരിഞ്ഞ് കിട്ടുന്ന തുക ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടായിരുന്നു. അവിടുത്തെ ഫോട്ടോകളും എല്ലാം അങ്ങനെ അയക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇതിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴ് 5-6 കൊല്ലം മിഷനറിയിൽ അങ്ങനെ അത് കഴിഞ്ഞ് പല ശാഖകളും ആരംഭിച്ചു ചങ്ങനാശ്ശേരി രൂപതയുടെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ രൂപത കൗൺസില് രൂപീകരിക്കാൻ ഞാൻ നിന്ന് VC ബ്രാഹത്തിനെ കേട്ടിട്ടുള്ളൂ. VC ബ്രാവും ഇവരെല്ലാരും കൂടെ SB കോളേജ് പോയി ഇങ്ങനെ രൂപത കൗൺസിൽ കൂടി. ഞാനും സാറും ഞങ്ങളുടെ 2 പേരും അവിടുന്ന് പ്രതിനിധികളായിട്ട് ഇതിന് പോയത്. അപ്പം എന്നെ രൂപത സെക്രട്ടറി ആയിട്ട് അന്ന് തിരഞ്ഞെടുത്തു. ഞാൻ അതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിനുള്ള കഴിവൊന്നുമില്ല, പറ്റുകയായിരുന്നു. നിർബന്ധിച്ച് ഞാൻ തന്നെ ആണോന്നും പറഞ്ഞ് എന്നെ രൂപത സെക്രട്ടറി ആക്കി. അത് കഴിഞ്ഞ് അത് പത്രത്തിലൊക്കെ എന്റെ വാർത്തയൊക്കെ വന്നു. എന്നിട്ട് കൊളത്തൂർക്കാർക്കൊക്കെ വലിയ സന്തോഷമായി പോയി എന്നെ സെക്രട്ടറി ആക്കിയത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ്
പിന്നെ ഞാനിങ്ങനെ ഓരോ ഇടവുകൾ ഇതൊക്കെ പോവും, അവിടെ മിഷന്റെ സ്ഥാപിക്കാനായിട്ടും എന്തായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ ആ അത് കഴിഞ്ഞ് അങ്ങനെ ഇതിനോട് പോയി 2-3 വർഷങ്ങൾ. അപ്പം സമയം തീരാറായില്ല, അതുപോലെ നീ അൽഫോൺസാമ്മയുടെ കാര്യം എടുക്കട്ടെ. ആ ഒരു ചെറിയ കാര്യം കൂടെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ അൽഫോൻസാമ്മയുടെ ആ ഒരു അടുപ്പമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം അനിയൻ ഒരാള് വൈദികൻ ഉണ്ടായല്ലോ. അപ്പൊ ഈ അനിയന്റെ ആ ഒരു വൈദിക വൃത്തിയിലേക്ക് പോകാൻ നമ്മൾ എന്തെങ്കിലും, അത് സാറിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശങ്ങളോ നൽകാൻ പറ്റിയായിരുന്നു? ഞാൻ പ്രത്യേകം നിർദ്ദേശമൊന്നും ചെയ്തില്ല. അവരും ചെറുപ്പത്തിൽ വിശദീകരിക്കേണ്ട പ്രവർത്തകരായിരുന്നു. വീടുകളിൽ തോറും പോയി പൈസയിൽ സൂത്രങ്ങളുടെ കണക്കും എല്ലാം ശേഖരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ജ്യേഷ്ഠന്റെ ഈ ഒരു പാത കണ്ടാണ് അനിയൻ എനിക്ക് തോന്നുന്ന സെമിനാരിയിലേക്ക് പോയതല്ലേ? അന്ന് നീതിയൊക്കെ കൃഷ്ണന്റെ കാര്യങ്ങളും അതൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. എനിക്ക് ആദ്യ കാലത്ത് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെ കുറേശ്ശെ പറഞ്ഞു പലയിടത്തും പല സ്ഥലങ്ങളിലും പോയി എന്റെ വീട്ടിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി അങ്ങനെയാ. പിന്നെ അമ്മയുടെ മൂത്ത ആങ്ങള അച്ഛനായിരുന്നു. പിന്നെ കാരണവന് അച്ഛന്, വേറെ ഇപ്പന്മാര് 2 പേരച്ഛന്മാര്, ഇങ്ങനെ എല്ലാ അച്ഛന്മാരുടെ പിന്നെ ഒരു വൈദിക കുടുംബം തന്നെയായിരുന്നു. അപ്പന്റെ പെങ്ങളെ മകൻ ഒരച്ഛന്, ഇങ്ങനെ വേറെ വേറെപ്പന്മാരുടെ മക്കള് 2-3 പേരച്ഛന്മാര്, ഇങ്ങനെ ഒരു നല്ലൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു അവിടെ എപ്പം കൂടുമ്പോഴേ. അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായിരുന്നു. അപ്പം ഇളയ മകനെ വൈദികനാക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്ന തോന്നുന്നു. പറയുമായിരുന്നു, അങ്ങനെ പ്രേരണ കൊടുക്കുമായിരുന്നു. പെങ്ങളൊരാള് സിസ്റ്റർ കന്യാസ്ത്രീയായിട്ട് ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാം. അതുപോലെ അൽഫോൻസാമ്മയുടെ സംസ്കാര ചടങ്ങിന് പോയത് ഓർക്കുന്നുണ്ടോ? അന്നും പോകാൻ നോക്കില്ല. അന്ന് ഇവിടെ ആരും അറിഞ്ഞു പോലുമില്ല മരിച്ച വിവരമേ. അന്നൊക്കെ അറിയാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. അന്ന് ഇവിടുന്ന് പോകണമെങ്കിൽ നടന്നൊക്കെ അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞത് തന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അറിയുന്നത് തന്നെ. പിന്നെ അങ്ങനെ പോകാനാ. അൽഫോൻസാമ്മയുടെ അപ്പൻ തന്നെ കാണാൻ പോകുന്നതൊക്കെ അന്ന് കുടമാളൂന്ന് നടന്ന വെള്ളഞ്ഞാനം വരെ വണ്ടിയൊന്നും ഇല്ല. വല്ലപ്പോഴും ഒരു വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിട്ടിയതുമായി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ യാത്രയൊക്കെ അക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ. ഞാൻ വെള്ളഞ്ഞാലിൽ നിന്ന് നടന്ന അവിടെ വരെ അങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് കാരണം നടപ്പൊരു വിഷയമല്ലായിരുന്നു. അങ്ങനെ അൽഫോൻസാമ്മയായിട്ട് അങ്ങനെ ഒരു കൂടുതൽ ബന്ധവും അടുപ്പവും ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് അമ്മയുടെ കൂടെ അവിടെ മടങ്ങി പോകും. പിന്നെ ഏത് കാര്യവും ആവശ്യങ്ങളൊക്കെ ഉണ്ട് അമ്മയോട് പറയുമായിരുന്നു. അപ്പൊ ഒരു വകയും കഴിക്കാൻ പറ്റുകയായിരുന്നു. അന്നേരം അമ്മയോട് പറഞ്ഞു, ഒരു കപ്പക്കിഴങ്ങ് കൊടുത്തു വിടാവോ? അത് ചുട്ടാൽ ചിലർ തിന്നാവെന്ന് തോന്നുന്നു. പിന്നെ അമ്മ അവിടെ വന്ന ഒരു അടുത്ത വേലക്കാരൻ്റെ കയ്യില് മഠത്തിലോട്ട് കൊടുത്തു കഴിക്കുമ്പോൾ ഒരു കിഴങ്ങായിട്ട് കൊടുത്തു വിടാൻ പറ്റും. ഒരു ദിനം കപ്പയോളും പറിച്ച് കഴുകി വൃത്തിയാക്കി മഠത്തിൽ കൊടുത്തു കഴിച്ചു. അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങനെ കൊടുത്തു വിട്ടതൊക്കെ. പിന്നെ അമ്മയെ കാണുമ്പോൾ വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാദവരാന്ന് പറയുമായിരുന്നു. അതിലൊന്ന് ഒന്നിച്ച് സ്കൂളിൽ പോവുകയും കളിക്കുകയും. അന്നത്തെ കാളാശ്ശേരി പിതാവിന്റെ കാര്യം പറഞ്ഞില്ല. കാളാശ്ശേരി പിതാവിന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ഈ മിഷൻ ലീഗിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിരുന്നു. അത് കാളാശ്ശേരി പിതാവാണ് മിഷൻ ലീഗിന് ആദ്യം അംഗീകാരം കൊടുക്കുന്നത്. അന്ന് രൂപത ഒന്നായിരുന്നു, പാലായില്ലല്ലോ. 47 മിഷൻ ലീഗ് ഉണ്ടാകുന്നത്. അന്നൊക്കെ ചങ്ങനാശ്ശേരി രൂപതയാ, പാലായും ഇല്ല. കാഞ്ഞിരപ്പള്ളി എല്ലാം പാലാ രൂപത അല്ല, ചങ്ങനാശ്ശേരി രൂപത ഇതെല്ലാം കൂടെ ഒന്നിച്ചു കിടക്കുന്ന കാലമാണ്. അതെ. അപ്പം കാളാശ്ശേരി പിതാവാണ് ആദ്യമായിട്ട് മിഷൻ ലീഗ് തുടങ്ങാനായിട്ട്
അനുവദിക്കുന്നത്. പിതാവ് അനുവദിക്കാതെ ഒരു സംഘടനയൊന്നും പള്ളിയിലും തുടങ്ങാൻ ഒക്കുക. പറ്റില്ല. അങ്ങനെ അപ്പൊ അതിന്റെ അത് പിതാവ് മരിച്ചു കഴിഞ്ഞ അതിന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മിഷന്റെ ഇങ്ങനെ കേരളത്തിന്റെ എല്ലായിടത്തും ഒത്തിരി ശാഖകളായി ഇതിന്റെ പ്രബല സംഘടനയായി എല്ലാം. അപ്പൊ അങ്ങനെ പിതാവ് മരിച്ചു കഴിഞ്ഞ പിതാവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായിട്ട് പിതാവിന്റെ പേരിന്റെ ഒരു അവാർഡ് ഉണ്ടാക്കണമെന്ന് രൂപതാ കൗൺസിലിന്റെ ആളുകളെല്ലാരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ അത് അപ്പൊ അതിന് അർഹതയുള്ള ആളാരാന്നുള്ളത് ഞാൻ മിക്കവാറും രൂപതയിലുള്ള എല്ലാ ഇടവുകളും തന്നെ പോയിട്ടുണ്ട്. മലയാളാണെങ്കിൽ ആലപ്പുഴ, കുട്ടനാട് മുഴുവൻ, ഇങ്ങോട്ടുള്ള പല സ്ഥലങ്ങളിലും കിഴക്കോട്ടും കാഞ്ഞിരപ്പള്ളിയും എല്ലായിടത്തും ഭൗതികശാഖകൾ സ്ഥാപിച്ച് എല്ലാ കാര്യങ്ങൾക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം അതിന് ആരെയാ ഈ അവാർഡ് കൊടുക്കേണ്ടത് ആരാ എന്നുള്ളത് അതിന്റെ രൂപതാ ഡയറക്ടർ പലരോടും ചോദിച്ചപ്പം പഴയ ആളുകൾ എല്ലാരും പറഞ്ഞു എന്റെ പേരാവും തന്നെ തെരഞ്ഞെടുത്തു. എന്നെ ഞാനൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ പഴയ രൂപതാ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ, കോളേജിൽ പഠിപ്പിക്കുന്നവരും, പിന്നെ നെടുങ്കുന്നം ബി.എഡ് കോളേജിന്റെ പ്രിൻസിപ്പലും എല്ലാരും അവരൊക്കെ പഴയ സെക്രട്ടറിമാരൊക്കെ ആയിരുന്നു. എന്റെ കൂട്ടുകാരായിരുന്നു അവരൊക്കെ. അതുപോലെ SP കോളേജ് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. അന്ന് ഞങ്ങളെല്ലാം കൂട്ടുകാരാ. അവരെല്ലാരും ഒരേ അഭിപ്രായത്തിൽ പറയുന്നു ഞാനായാലും അതിന് അവരാരും ഒന്നും ഇങ്ങനെ ഒന്നും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ ആ സ്ഥാനം കൊടുക്കേണ്ടതെന്നും പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെയാണ് ലഭിച്ചത്. അച്ഛന് ഈ സാധനം എന്നെ അറിയിച്ചു, ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് തരാനായിട്ട് ഞാൻ സക്കല രൂപതയെ ഉണ്ടായപ്പോ അവിടുത്തെ മെത്രാന് അങ്ങേരുടെ അമ്മ ഹിന്ദുവായിരുന്നു. നേരെ ചെറുപ്പത്തിലെ കണ്ട് ചേർന്നതാ. അങ്ങനെ ഒരു കാര്യം കൂടെ, 1986 ജോൺ പോൾ മാർപ്പാപ്പ കോട്ടയത്ത് വന്നപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മ അന്ന് വിശുദ്ധയല്ല, അന്ന് പിന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് വന്നപ്പം നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞങ്ങള് അതാ മുസ്ലിം കുടുംബക്കാർക്ക് അന്നത്തെ ആ സ്റ്റേജിനോട് അടുത്ത് ഉള്ള സീറ്റ് കിട്ടി. എനിക്കും കിട്ടി. അങ്ങനെ ഞാനും ബാലിനായപ്പോഴേ അവിടെ ചെന്നതാ. ദരിദ്രൻ അവിടെ എല്ലാം ജനങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റി എന്നുള്ളതല്ലാതെ ഒന്ന് സംസാരിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ കോട്ടയത്തുണ്ട്. വത്തിക്കാൻ മീഡിയ ടീമിന്റെ കൂടെ ഞാൻ കോട്ടയത്തുണ്ട്. ഞാൻ അല്പം മാറി, ഞങ്ങൾക്ക് അവിടെ നിൽക്കാനാണ് അവസരം. ഒരു ഇതിനകത്ത് ചത്തുരത്തിനകത്ത് അവിടെ കെട്ടി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കാണാം. ഞാൻ എന്നാ വെച്ചാൽ ഞാൻ കൊച്ചായിരുന്നു. വളരെ അടുത്ത് ഞങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തോന്നുന്നു. ആദ്യം സ്റ്റേജിനോട് അടുത്ത് മുട്ടത്തുപാടം അൽഫോൻസാമ്മയുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു വാർഡായിട്ട് തിരിച്ച് ഞാനും നമ്മുടെ പാറൽ ടോമി ഇല്ലേ, പാറൽ ടോമിയും കൂടെയാണ്. അതെ, പാറൽ പുള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയ പുള്ളി. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വത്തിക്കാൻ മീഡിയ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു അവസരം കിട്ടി. ഞാനന്ന് വളരെ കൊച്ചായിരുന്നു. അതായത് എനിക്കൊന്ന് കൂടെ കാണാൻ പറ്റിയ വളരെ അടുത്ത് സംസാരിച്ചിരുന്നേ ഉള്ളൂ. ഇവരെല്ലാം ബന്ധുക്കളെ പിതാവ് ഇങ്ങനെ ബ്ലസ് ചെയ്ത് പ്രത്യേകം അതുപോലെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അൽഫോൻസാമ്മ കേരള സഭയിലെ ആദ്യത്തെ വിശുദ്ധയാണ്. 2008 വത്തിക്കാനിൽ അത് പ്രഖ്യാപിക്കുമ്പോൾ ഞാനവിടെ
വത്തിക്കാൻ ചത്തുരത്തിലുണ്ട്. ഞാൻ റിപ്പോർട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ലൈവ് കണ്ടതാണ്. കണ്ടതായിട്ട് ഞാനും ഓർക്കുന്നുണ്ട്. ഞാൻ ലൈവ് ചെയ്തതാണ്. പിന്നെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു ടിവിക്കും മറ്റ് പത്രങ്ങൾക്കും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള 4 കാനനൈസേഷനും ഞാൻ നേരിട്ട് പോയി ലൈവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മാധുക്കുട്ടി സാറെന്ന് പറയുമ്പോൾ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ട് കണ്ട് പരിചയപ്പെട്ട് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെയായിരിക്കും നമുക്കും ഈ ഒരു ബന്ധമൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ ഇരുന്ന്. അല്ല നമ്മളവിടെ അയൽവക്കും അല്ല, നമ്മൾ അയൽവക്കമാണ് എങ്കിൽ പോലുമേ നമുക്ക് ആ പോകുന്ന വഴികള് ചിലതൊന്നും നനച്ചിരിക്കാതെ വരുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഓർക്കപ്പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കാം ഇതൊക്കെ അതിന്റെ ബന്ധങ്ങൾ. പിന്നെ എന്റെ പിതാവുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം തന്നെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടു പിണഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. അതായിരിക്കാം ഇപ്പൊ ഈ ഒരു നിമിത്തവും ഇപ്പൊ നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്നാണെങ്കിൽ പോലും നേരിട്ട് സംസാരിക്കുന്നത് ആണല്ലോ നമ്മളിപ്പോ സൂമിൽ കൂടെ ആയിട്ട് പോലും ഈ ഒരു 95-ാം വയസ്സിലും നമുക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരിട വരുത്തിയതും ഇതൊക്കെ തന്നെ പഴയ ബന്ധങ്ങളിലെ ഒരു വലിയ ഇടപെടൽ തന്നെയാ എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളമൊക്കെ ഒന്നും മറന്നിട്ടില്ലല്ലേ? ഒന്ന് മറക്കാൻ പറ്റില്ലല്ലോ. പത്രത്തിലൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്നൊക്കെ വായിക്കാറുണ്ട്. അല്ല, SB കോളേജിലെ സാറാ മലയാളം പഠിപ്പിച്ചത്. സാറ് മരിച്ചുപോയല്ലോ. സാറ് മരിച്ചുപോയി. അതുപോലെ നമ്മുടെ കണയങ്കിലെ തോമസ് സാറ് മലയാളം പഠിപ്പിച്ചാണ്. അങ്ങനെ കുറെ ഗുരുക്കന്മാരുണ്ട്, ഇവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പുള്ളിയൊക്കെ മരിച്ചുപോയി. അറിയാം. ജോർജ് സാറിന്റെ അനിയൻ. അതെ. അപ്പൊ ഒത്തിരി ബന്ധങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് 95 വയസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ കാലയളവല്ല ഒരു ജീവിതത്തിന്റെ. അപ്പൊ അതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം. എനിക്ക് 3-4 തവണ മരണത്തെ മുഖാഭിമുഖം കണ്ടിട്ടുള്ള അവസരങ്ങൾ അതൊക്കെ അറിയാം. ഞാൻ കാര്യങ്ങളൊക്കെ അറിയാം. പണ്ടൊരു പനി വന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അന്ന് ഇതൊക്കെ 2 കൂട്ടുകാർ മരിച്ചു. അവരെ കൊണ്ട് അടക്കി വെച്ച് വന്നവര് എന്നെ അടക്കാനുള്ള വെട്ടി കൂട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരുക്കത്തിന് അറ്റത്ത് വരെ അതിലൊക്കെ കാലൊക്കെ കൂടെ ഉള്ള തമ്പുരാൻ വിളിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. നമുക്കൊന്നും വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഔസപിതാവിന് എന്നെ സമർപ്പിച്ചു. ഔസപിതാവിന്റെ ഇഷ്ടം പോലെ ജീവിക്കുകയോ മരിക്കുകയോ അങ്ങനെ അത്ഭുതകരമായിട്ട് നിനക്ക് കുറയാൻ തുടങ്ങി. അങ്ങനെ രക്ഷപ്പെട്ടു. നെല്ലുവിനൊക്കെ ഞങ്ങളെ എല്ലാം രക്ഷിച്ചത്. അവിടെ വന്ന അന്നങ്ങാരും അവിടെ ആശുപത്രി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ അൽഫോൺസാമ്മയുടെ ഇതിന്റെ കാർഡ് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അത് അതിന്റെ ഒറിജിനൽ സാധനമായത്. അതൊന്ന് അയച്ചുതരും. വിശേഷിപ്പായിട്ടുണ്ടോ? നേരിട്ട് കൊടുത്തതാ. പിന്നെ ആ ഫോട്ടോയ്ക്കകത്തിരിക്കുന്ന അൽഫോൺസാമ്മയുടെ ഫാദറിന്റെ അനിയനാണ്, ആ കഷണ്ടിയുള്ള ആളിന്റെ ചാച്ചന്റെ വല്യപ്പന്. ചാച്ചന്റെ വല്യപ്പന് ആ കഷണ്ടിയ കസേര ഇരിക്കുന്നയാളാ. ഇപ്പഴത്തിരിക്കുന്ന പ്ലാസ്റ്ററച്ചന്റെ പെങ്ങളാണ് അമ്മ, വല്യമ്മ പൊടിപാറയിലെ. കുഞ്ഞുചേട്ടനെ അറിയാമല്ലോ, അങ്ങേയറ്റത്ത്. പിന്നെ അച്ഛനാ കർപ്പൂരമായിട്ട് കുർബാനയുടെ എടുത്ത ഫോട്ടോയാണ്. അന്ന് ഞാന് 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ് 85 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. എന്നാലും നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട്. അത് അമേരിക്കയുടെ എനിക്ക് കൊടുത്തത്. ഇത് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാം കേട്ടോ. ഇത് കാർഡ് ഞാൻ ചെയ്തോളാം. ഈ ഫോട്ടോ ഡിജിറ്റലൈസ് ചെയ്ത ഒരിക്കലും പോവില്ല. അത് ഇതിപ്പോ സമയം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങള് ഈ കാലുകൊണ്ടേതും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അത് പഴയ ചരിത്രങ്ങളല്ലേ. നമുക്ക് ഈ ഒരു സുഹൃദേവങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ കൊച്ചായിരുന്നപ്പോ മടിയെത്തിക്കൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ ഇപ്പോൾ സമയത്ത് അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇവര് പോകുമ്പം വല്യമ്മ പൈസ കൊടുക്കുമല്ലോ. അവിടുത്തെ ജോലിക്കാരിക്ക് മരിച്ചുപോയ സ്ത്രീയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല.
അൽഫോൻസാമ്മയെ നല്ലപോലെ നോക്കാനായിട്ട് പൈസ കൊടുക്കുമായിരുന്നു. ആ ആ ഈ മഠത്തില് ഈ രോഗമായിട്ട് കിടക്കുന്ന ആളോട് ഒരു ഇതുണ്ടാകും, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമല്ലോ. ആ അതുണ്ടല്ലോ എവിടെയും. പിന്നെ അവിടുത്തെ മദറ് ഞങ്ങളുടെ അവിടുത്തെ അയൽവക്കത്തെ വീട്ടിലെ ആളായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കായ സമയത്തും മഞ്ഞടിക്കാതെയും ആരുടെയും അനുമാനമില്ലാതെ അപ്പോൾ സമയം കാണാൻ കയറിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള അന്ന് ഞങ്ങൾ ഇടപറ്റത്തല്ലേ താമസിച്ചിട്ടിരുന്നേ, ആ അവിടെ നമ്മൊന്നും പോകാമായിരുന്നല്ലോ. അന്ന് ഉച്ച കുർബാനയ്ക്ക് അമ്മ അവിടെ പോകും, വെള്ളം പഠിച്ചില്ലേ. ഉം, ഉം. അതുപോലെ അൽഫോൻസാമ്മയുടെ ഉടുപ്പിടിയിൽ ചെന്നാണ് ആ കുടിയാശാൻ ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം ചോദിച്ചത് കൊച്ചേതാന്നാ ചോദിച്ചതാണ്. ആഹാ. അന്ന് കാരണം അവൻ അച്ഛന് ചെമ്മാറ്റനായിരുന്നു അന്നേ. ആ ആ ഇന്ന് അതിന്റെ ഉൾപ്പൊടിയുടെ മുമ്പിൽ അവിടെ വീട്ടിൽ വന്നപ്പം അമ്മയൊക്കെ കണ്ടേച്ചാ പോയത്. അന്ന് അവര് ഒന്നിച്ചാ തൊണ്ണംകുഴി സ്കൂളിൽ. ഈ ലക്ഷ്മിക്കുട്ടിയും ഞങ്ങളുടെ വല്യമ്മയും അമ്മയും ഒന്നിച്ചാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ, ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമല്ലേ, അറിയത്തില്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ കേട്ടിട്ടുണ്ട്. ഇവര് മൂന്നും കൂടെ ഈ തൊണ്ണംകുഴി ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ അവിടെ തന്നെയാ അച്ചായനും പഠിച്ചത് 4 പേര്. ഞങ്ങള് അവിടുന്ന് എടമറ്റത്ത് നിന്ന് പോകുന്ന കഴിഞ്ഞ് ഒരു കൊല്ലം അവിടെ കൊടമാളൂർ അമ്മ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ പെരയൊന്നും ഉണ്ടായില്ല. പെരയൊക്കെ ഉണ്ടാകുന്നതും വരെ ഒരു കൊല്ലം അവിടെ 4ാം ക്ലാസ്സിൽ അവിടെയാണ് പഠിച്ചത്. ഉം, ഉം. അപ്പൊ അമ്മയൊക്കെ പഠിച്ച തൊണ്ണംകുഴി ഗവൺമെന്റ് സ്കൂളാ. ഉം, ഉം, ഉം. ഇപ്പോഴും ഉണ്ടോ? ഞാൻ ഇന്നാളെ പോയപ്പോ അവിടെ കയറിയത്. ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. ഉണ്ടല്ലേ. സ്കൂൾ ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പം അപ്പൊ ഇങ്ങനെ ഒരു അഭിമുഖം തന്നതില് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. അല്ല അതൊക്കെ വേണം, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനകത്തുള്ളതാണ്. അതുപോലെ നല്ല ഓർമ്മ ഇടയ്ക്ക് ചോദിക്കും ഇങ്ങനെ ജോസിന്റെ കാര്യമൊക്കെ എന്നോട് ചോദിക്കും ഇങ്ങനെ. ഞാൻ ഓർമ്മ എന്നെക്കാൾ ഓർമ്മയുണ്ട് ചാച്ചന് ഇപ്പോഴും. ഉണ്ടായപ്പോ കൊച്ചായിരുന്നു ഞങ്ങള് ഒന്നിച്ച് പഠിച്ചവരും സാറിന്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയും, പാർട്ടി പ്രവർത്തനത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഒന്നിച്ച് പ്രവർത്തിച്ചവരും എല്ലാ കാര്യത്തിലും. അവിടെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ അംഗൻവാടിയുടെ അപ്പോളെ അതെ അതെ ഇപ്പോഴും 1.5 ഏക്കർ സ്ഥലം. അന്ന് പുറത്തുകാലം പലർക്കും കൂടെ 8.5 ഏക്കർ സ്ഥലമായിരുന്നു എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ 1.5 ഏക്കർ നിങ്ങൾക്ക്, ബാക്കി പലർക്ക് 1/2 ഏക്കർ മുതൽ മുകളിലോട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മളുമായിട്ട് ഓർമ്മകൾ പങ്കുവച്ചതിൽ, പ്രത്യേകിച്ച് ജൂലൈ 28 എന്ന് പറയുന്ന അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. അപ്പൊ ആ ഒരു ദിവസത്തില് എല്ലാവിധ അനുഗ്രഹങ്ങളും വീണ്ടും 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 ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദി അറിയിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. അതെ, കൊണ്ടാട്ടിയുണ്ടെങ്കിൽ കുടുംബത്തിലും അതുപോലെ അധികം താമസിയാതെ വരും. നേരിട്ട് കാണാം. ഓക്കെ. അതെ അതെ അതെ. അപ്പൊ ഒത്തിരി നന്ദി എല്ലാവർക്കും. ശരി, ഓക്കെ. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.